സർ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി അതാണ് നിലവിൽ US നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മിക്ക ലോക രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ US സംഘർഷം തന്നെയാണ് അതിന് പ്രധാനമായ ഒരു കാരണം. അപ്പോൾ ഇറാൻ ഹോർമസ് കടലിടുക്ക് വഴി കടന്നു വരുന്ന ക്രൂഡ് ഓയിലുമായുള്ള കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ US അംഗരാജ്യങ്ങളെ, നാറ്റോ സഖ്യ രാജ്യങ്ങളെ ക്ഷണിച്ചിരുന്നു, അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിലവിൽ ബ്രിട്ടൻ, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്ന് പറയുന്ന ഈ സഖ്യരാജ്യങ്ങളൊക്കെ ഇല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വളരെ വിനയപൂർവ്വം ട്രംപിനെ അറിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ട്രംപ് അതിൽ കലി തുള്ളി നിൽക്കുന്ന ഒരു ട്രംപിനെ നമുക്ക് ഇന്ന് രാവിലെയും അല്ലെങ്കിൽ ഇന്നലെയൊക്കെയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണാൻ സാധിച്ചു. ട്രംപ് പേരെടുത്ത് പറഞ്ഞത് ബ്രിട്ടന്റെയാണ്. ബ്രിട്ടൻ എങ്കിലും കൂടെ നിൽക്കും എന്നാണ് അമേരിക്ക കരുതിയത്. പക്ഷേ അമേരിക്കയ്ക്ക് ഹോർമോസ് വഴി ഒരു സുരക്ഷയൊരുക്കാൻ അമേരിക്കയുടെ തന്നെ സഖ്യരാജ്യങ്ങളില്ല. അതിനവർ പറയുന്ന ഒരു കാരണം തങ്ങളോട് കൂടി ആലോചിച്ചുകൊണ്ടല്ല ട്രംപ് ഈ യുദ്ധം ആരംഭിച്ചത് എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ? ഒറ്റപ്പെടുന്നത് തന്നെയല്ല. ഇന്നിപ്പോ അവിടുന്ന് വരുന്ന ചില ഇംഗ്ലീഷ് ചാനലുകളിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ ട്രംപ് ആകെ നമ്മൾ പറയത്തില്ല, നാടൻ ഭാഷ കലിപ്പിലാണെന്നാണ് പറയുന്നത്. കലിപ്പ് എന്നൊക്കെ പറയുന്ന പ്രയോഗത്തിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ട് പറഞ്ഞില്ല, ഇന്ന് വൈറ്റ് ഹൗസിൽ ഇന്നലെ പിന്നെ ശരിക്കും ഒന്ന് അലറുകയായിരുന്നെന്നാണ് പറയുന്നത്. നന്ദികേട് കാണിക്കരുതടാ, നന്ദികേട് അല്ലെ, നന്ദി വേണം, നന്ദി വേണം, നന്ദി വേണം എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നു, പ്രത്യേകിച്ച് നാറ്റോ സഖ്യ കക്ഷികളോടാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തന്നു, സൈനികമായിട്ടുള്ള സഹായങ്ങൾ എന്തെല്ലാം ചെയ്തു തന്നു, എത്ര കോടി രൂപയുടെ പിന്നെ സൈനിക സഹായം നിങ്ങൾക്ക് ചെയ്തു, സാമ്പത്തികമായിട്ട് നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ച സമയത്ത് ഒരുപാട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെയുള്ള നിങ്ങളെല്ലാവരും കൂടെ പ്രത്യേകിച്ച് ബ്രിട്ടന്റെ പേരാണ് എടുത്തു പറഞ്ഞത്. അങ്ങനെയുള്ള നിങ്ങളെല്ലാവരും എനിക്കൊരാവശ്യം വന്നപ്പോ ആരുമില്ല ഇപ്പൊ കൂടെ വരാനായിട്ട്. എത്രയോ വലിയ സഖ്യങ്ങളെന്നൊക്കെ, നാറ്റോ സഖ്യം വലിയ അംഗരാജ്യമാണ്. ഒരു രാജ്യത്തിനെതിരെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് വന്ന് മറ്റവനെ ശത്രുവിനെ തുരത്തുമെന്നൊക്കെ പറഞ്ഞുള്ള കരാറിലാണല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, സഖ്യം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.